ആ സന്ദർശനത്തിന് ശേഷം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പ്രതികരിക്കുകയാണ്. ഞങ്ങളിവിടുന്ന് പറയായിരുന്നു, പരസ്പരം സഭയ്ക്കകത്ത് പലതരത്തിൽ പോരടിച്ച ആളുകൾ വളരെ സൗഹാർദ്ദമായി കൈമോർത്തകത്തേക്ക് പോകുന്ന നല്ലൊരു മനോഹര കാഴ്ചയായിരുന്നു. മാത്രമല്ല രണ്ടുപേരും സീറ്റ് മാറി അപ്പുറപ്പുറമായിട്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ഇനി എങ്ങനെയായിരിക്കും? അവരെന്തോ പ്രതീക്ഷിക്കുന്നു, പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പം നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചോ? നല്ലത് അതിപ്പോ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. പങ്കെടുക്കുമെന്നാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും. മതി പിന്നെ പറയാം ഇന്ത്യത്തെ പോകാനാണ് സത്യപ്രതിജ്ഞയ്ക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ക്ഷണിച്ചു എന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്. എന്തായാലും ഒരു സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് തുടരുക എന്നതാണ് അടുത്ത ഒരു സർക്കാരിന്റെ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കേരളം ഉണ്ടാകില്ലല്ലോ എന്ന മറുപടിയാണ് വി ഡി സതീശൻ പറയുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു കറക്ഷൻ ഉണ്ടാക്കും എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു. എന്തായാലും ഇതുവരെ ഉള്ളിൽ എന്തൊക്കെ സംസാരിച്ചു എന്ന കാര്യത്തിലൊന്നും അദ്ദേഹം മറ്റ് അഭിപ്രായങ്ങൾ പറഞ്ഞില്ല എങ്കിൽ കൂടി അദ്ദേഹം ഇത്രയും കാലം 10 വർഷത്തോളം സംസ്ഥാനത്തെ ഭരിച്ച ആളാണ്. അതിലേറെ കാലം 16 വർഷത്തിലധികം CPM-നെ സംസ്ഥാന തലത്തിൽ ആ തരത്തിൽ നേതൃത്വത്തിൽ നിന്ന ആളാണ്. ഒരുപാട് പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് എന്ന തലത്തിലാണ് ആദ്യഘട്ടത്തിൽ കാണാൻ വന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുക കൂടിയാണ്. പല വിഷയങ്ങളിൽ വിമർശനം ഉണ്ടാകും. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ യോജിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകും എന്നുകൂടി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുകയാണ്. അദ്ദേഹം